അതൊരു ഒരു പ്രെമിസസ് ആണ്, മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഫെൻസ്ഡ് ഏരിയ ആണ്. അപ്പോൾ ഗൺ ഷോട്ട് കേട്ടു, ഇത് ടെററിസ്റ്റ് അറ്റാക്ക് ആണെന്ന് റിയലൈസ് ചെയ്തപ്പോൾ നമ്മളെല്ലാവരും ഷാറ്റേർഡ് ആയിട്ട് ഓടി. ഞാനും അച്ഛനും എൻ്റെ കുട്ടികളും കൂടി നമ്മളും ഓടി. ആദ്യം ഒരു സ്ഥലത്ത് ഒരു ടോയ്ലറ്റ് പോലത്തെ പുറകിൽ ഒരു 2 മിനിറ്റ് നിന്നുണ്ടാവും. അവിടെ നിന്ന് ഞാൻ ട്രൈ ചെയ്തപ്പോൾ റേഞ്ച് ഇല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഫെൻസിൻ്റെ അടിയിൽ കൂടെ രക്ഷപ്പെട്ട് പിന്നെ ഫോറസ്റ്റ്, ലൈക്ക് ത്രൂ ഔട്ട് ഫോറസ്റ്റിൻ്റെ നടുവിൽ ഒരു ഗ്രാസ് ലാൻഡ് പോലത്തെ ഏരിയ ആണ്. അവിടെ വന്നപ്പോഴേക്കും ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നു. അയാളാദ്യം ഷൂട്ട് ചെയ്തപ്പോഴേക്കും എല്ലാവരും ഒന്ന് ഫ്രോസൺ ആവുമല്ലോ ഇയാളെ കണ്ടിട്ട്. അപ്പോൾ അപ്പോൾ പല പല ഗ്രൂപ്പായി, ഞാൻ അച്ഛൻ മക്കളൊരെണ്ണം വേറെ ആൾക്കാർ, അങ്ങനെ അയാൾ ഓരോ ഗ്രൂപ്പിൻ്റെ അടുത്ത് പോയി എന്തോ ചോദിക്കേണ്ടായിരുന്നു, ഷൂട്ട് ചെയ്യും, മറ്റേ ഗ്രൂപ്പിൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യും. അപ്പം നമ്മളെല്ലാവരും നമ്മളോട് കിടക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അയാൾ ഒരു വേർഡാണ് ചോദിച്ചത്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ലായിരിക്കും, കലീമ അങ്ങനെ. അത് 2 പ്രാവശ്യമേ ചോദിച്ചുള്ളൂ. അപ്പം നമുക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ അച്ഛനെ ഷൂട്ട് ചെയ്തു എൻ്റെ മുമ്പിൽ വെച്ചപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അച്ഛനെ ഹഗ് ചെയ്യുള്ളൂ. അപ്പോൾ ഹഗ് ചെയ്തു. അപ്പോൾ എൻ്റെ തലയിൽ അത് ഇങ്ങനെ പോക്ക് ചെയ്ത പോലെ വെച്ചിട്ട് പിള്ളേർ സ്ക്രീമിങ് ആൻഡ് ക്രൈയിങ് ആയിരുന്നു. അപ്പോൾ അയാൾ അത് എൻ്റെ തലയിൽ നിന്ന് എടുത്തിട്ട് ഹി വാക്ക്ഡ് ഓഫ്. Arathi described to the media that she had to run an hour with her twin sons to reach a place with mobile signal. Then she got help from a Kashmiri man. Arathi's biggest challenge was to ensure that her mother doesn't know about her father's death. മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ, കശ്മീരി ഡ്രൈവർ ആൻഡ് അനദർ ഡ്രൈവർ മിസ്റ്റർ സമീർ, അവർ 2 പേരും എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡൻറ്റിഫിക്കേഷനും രാത്രി 3 മണി വരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു. അപ്പം ഇപ്പം ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ ഹോട്ടലിൽ പോയി രാവിലെ 6 മണിക്ക് തിരിച്ചു വന്നു. അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെപ്പോലെ കൂടെ നടന്ന്. ഞാൻ പറയുകയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് 2 ബ്രദേഴ്സിനെ കിട്ടിയെന്നാണ് ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ അള്ള അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു. Chief Minister Siddaramaiah visited Bharat's family earlier today and offered his condolences. He also announced a compensation of rupees 10 lakh to every family that has lost their loved ones in the attack. Chief Minister also called the terrorist attack barbaric and inhuman. He also vowed to help the union government in eradicating terrorism in the region. Karnataka government has deployed Labour Minister Santosh Lad and a group of officials to Kashmir. So far, 177 stranded Kannadigas have been brought back home safely. The government has also set up a helpline for those trying to reach their loved ones still in the region. Hours before he was gunned down, Bharat, who was fondly called as Bhushan by his friends and family, had called his father from Kashmir. His father, Channavirappa, said that Bharat was holding the child while Sujata stood nearby. The terrorist asked him to hand over the child to Sujata. They then went on to ask his name. After confirming that he was a Hindu, the terrorist shot him dead. Channavirappa also said that he had named Bharat after the yesteryear Hindi actor Bharat Bhushan and King Bharat.